ഹായ്, ഇന്ന് നമുക്കൊരു കിടിലൻ കൊറിയൻ മിസ്റ്ററി ത്രില്ലർ സിനിമയെ പരിചയപ്പെടാം. അത്യാവശ്യം ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ നിറഞ്ഞ, അല്ലെങ്കിൽ ഒന്നിലധികം ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ നിറഞ്ഞ, ട്വിസ്റ്റിന് മേൽ ട്വിസ്റ്റുകളൊക്കെ ഉള്ള ഒരു ത്രില്ലർ സിനിമ തന്നെയാണ്. എന്തായാലും സിനിമയെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതിന് മുന്നോടിയായിട്ട് റിവ്യൂ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും ഒക്കെ തന്നെ ഒന്ന് ശ്രമിക്കുക. പിന്നെ ഈ ഒരു സിനിമ എവിടെയും പരിഭാഷ നടത്തിയിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല. ഞാൻ കണ്ട പ്രിൻറ്റും അതുപോലെ സബ് ടൈറ്റിലും ഒക്കെ തന്നെ വേണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുത്തേക്കാം. അവിടെ പോയിട്ട് നിങ്ങൾക്ക് കാണാവുന്നുള്ളൂ. ഇനി സിനിമയുടെ പേര് പറയാം. സിനിമയുടെ പേര് ഫോളോയിങ്. 2024 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഈ വർഷം തന്നെ പുറത്തിറങ്ങിയിട്ടുള്ള ഈ ഒരു സിനിമയുടെ ഒരു പ്രമേയത്തിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിലെ കഥാനായകൻ്റെ പേര് എന്നുള്ളത് ഗു ജിയോങ് തായ് എന്നുള്ളതാണ്. ആളൊരു റിയൽ എസ്റ്റേറ്റ് ഏജൻ്റ് ഒക്കെയാണ്. അദ്ദേഹത്തിൻ്റെ തൊഴിൽ ഇതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇദ്ദേഹത്തിന് വലിയൊരു ഹോബിയുണ്ട്. വേറൊന്നുമല്ല, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുക, അവരുടെ രഹസ്യങ്ങളൊക്കെ കണ്ടുപിടിക്കുക എന്നൊക്കെയുള്ളതാണ് ആളുടെ ജസ്റ്റ് ഒരു ഹോബി എന്നുള്ളത്. അപ്പം അതിനായിട്ട് അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്ന ഒരു തന്ത്രം എന്നുള്ളത്, ഞാൻ പറഞ്ഞു റിയൽ എസ്റ്റേറ്റ് ഏജൻ്റ് ആണല്ലോ, സോ ഒരുപാട് ക്ലയൻസും കാര്യങ്ങളൊക്കെ എത്തും വീടുകളൊക്കെ വിൽക്കാൻ വേണ്ടി. അപ്പോൾ അവരെന്ത് ചെയ്യും, ഇതിൻ്റെ ഒരു മാസ്റ്റർ കീ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കും. കാരണം ഈ ഉടമസ്ഥരില്ലാത്ത സമയത്താണെങ്കിലും ആളുകളെയൊക്കെ കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റുമല്ലോ, വീടൊക്കെ തുറന്ന് കാണിക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ട് കീയും കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ നമ്മുടെ ആശാൻ എന്ത് ചെയ്യും, ആ കീയൊക്കെ ആയിട്ട് ഈ വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് കയറി ചെല്ലും. ശേഷം അവിടെയുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ച് അവരുടെ അല്ലെങ്കിൽ ആ വീട്ടിലുള്ള ആളുകളുടെയൊക്കെ തന്നെ രഹസ്യങ്ങളൊക്കെ കണ്ടുപിടിക്കും. ഇതാണ് പുള്ളിയുടെ ഒരു ഏകദേശം ഒരു ഹോബി എന്ന് പറയാൻ സാധിക്കും. അങ്ങനെ ഇരിക്കും നമ്മുടെ നായകൻ്റെ മുന്നിലേക്ക് നമ്മുടെ നായിക പ്രത്യക്ഷപ്പെടുകയാണ്. നായികയുടെ പേര് എന്നുള്ളത് സോറ എന്നുള്ളതാണ്. എന്തായാലും അവളുടെ രഹസ്യം കണ്ടുപിടിക്കാനായിട്ട് നായകൻ ശ്രമിക്കുന്നതും അതിനെ ചുറ്റിപ്പറ്റി അദ്ദേഹം നേരിടേണ്ടി വരുന്ന ത്രില്ലിംഗ് ആയിട്ടുള്ള സംഭവങ്ങളുമാണ് സിനിമയുടെ പ്രമേയം എന്നുള്ളത്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇത് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കഥയുള്ള സിനിമയാണെന്ന് പറയാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ആദ്യത്തെ 15ാമത്തെ മിനിറ്റിൽ എന്തോ സിനിമയുടെ ടേൺസ് ട്വിസ്റ്റൊക്കെ ആരംഭിക്കുകയാണ്. പിന്നെ അത് അത്യാവശ്യം ഒരു ഗ്യാപ്പിട്ട് ഇങ്ങനെ വരുന്ന ഒരവസ്ഥ. അത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും, പെട്ടെന്നൊരു ടിഷ്യൂ വരും, അപ്പോൾ തന്നെ നമ്മൾ ഒന്ന് മൈൻഡ് സെറ്റാവും. അതിനുശേഷം പിന്നീട് കഥ ഇങ്ങനെ പറഞ്ഞ് നമ്മളിങ്ങനെ ഒരു രീതിയിൽ ചിന്തിച്ച് പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വേറൊരു മൊമെൻറ്റ്, അതിന് ശേഷം മുന്നോട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും വേറൊരു മൊമെൻറ്റ് നമ്മളിലേക്ക് ട്വിസ്റ്റായിട്ട് കൊണ്ടുവെക്കും. അങ്ങനെയുള്ള ആ ഒരു ആഖ്യാനത്തിലുള്ള, നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായല്ലോ, ഒന്നിലധികം ട്വിസ്റ്റുകളൊക്കെ ഇങ്ങനെ ചറപറാന്ന് വരുന്ന തരത്തിലുള്ള ഒരു കഥാലൈനുള്ള സിനിമയാണെന്ന് പറയാൻ സാധിക്കും. അങ്ങനെയുള്ള ട്വിസ്റ്റുകളൊക്കെ കൊണ്ടുവെക്കുമ്പോൾ സീരിയസ്ലി നമുക്ക് അത്യാവശ്യം ഒരു മിസ്റ്റീരിയസ് ഫീൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മൊത്തത്തിലൊരു സസ്പെൻസ് നമുക്ക് കിട്ടുന്നുണ്ട് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. അതാണ് സിനിമയുടെ ആദ്യത്തെ ഒരു ഹൈലൈറ്റ് വശം എന്നുള്ളത്. കൂടാതെ ഈ ചിത്രത്തിൽ ഞാൻ പറഞ്ഞു നായകൻ നായിക രണ്ടുപേരുടെയും പെർഫോമൻസ് എടുത്തു പറയണം. രണ്ടുപേരും മത്സരിച്ചുള്ള പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. കൂടുതലായിട്ട് പ്രകടനങ്ങളിലേക്ക് എത്തി നോക്കുന്നില്ല, കാരണം എത്തി നോക്കി വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്പോയിലറായി പോയേക്കും. എന്തായാലും നായികയുടെ കാര്യമൊക്കെ എടുത്തു പറയണം. ഗംഭീരമാക്കി തന്നെയാണ് ആ ഒരു ആക്ട്രസ് ആ ഒരു ക്യാരക്ടറിനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടാതെ നായകൻ്റെ പ്രകടനം വളരെ ഗംഭീരമായിരുന്നു. കൂടാതെ ഈ ഒരു സിനിമയ്ക്കുള്ളിലൊരു ലേഡി ഇൻസ്പെക്ടർ ക്യാരക്ടർ ഉണ്ട്. കുറച്ച് സ്പേസ് ഒക്കെ ഉള്ളെങ്കിലും കുറച്ച് നല്ലതായിട്ടുള്ള പ്രകടനം അവരിൽ നിന്നും കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓവറോൾ പെർഫോമൻസ് കിടുവായിരുന്നു. പിന്നെ ടെക്നിക്കലി ഞാൻ പറയണ്ടല്ലോ, ഒരു കൊറിയൻ സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ തന്നെ അവർ അത്രത്തോളം സ്ട്രോങ് ആയിട്ട് കൈകാര്യം ചെയ്യും. ഈ സിനിമയിലേക്കാണെങ്കിൽ BGMs ഒക്കെ നല്ല രസമായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ സിനിമാറ്റോഗ്രഫി കാഴ്ചയും കാര്യങ്ങളൊക്കെ ഡീസൻ്റ് ആയിട്ടാണ്. അതിന് എഡിറ്റിംഗ് വർക്ക് ഒക്കെ എടുത്തു പറയണം, നീറ്റായിട്ട് നിന്നിട്ടുള്ള ഒരു സിനിമയാണെന്ന് പറയാൻ സാധിക്കും. ഓവറോൾ പറയുമ്പോഴത്തേക്കും ഈ സിനിമയുടെ ലെങ്ത് എന്നുള്ളത് 1 മണിക്കൂർ 40 മിനിറ്റാണ്. അത്യാവശ്യം മുഷിപ്പില്ലാതെ ത്രില്ലടിച്ച് തന്നെ കണ്ടു തീർക്കാൻ സാധിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. പിന്നെ ഈ ഒരു സിനിമ ഞാൻ പറഞ്ഞു സ്റ്റാർട്ട് ടു എൻഡ് ത്രില്ലിംഗ് ആണ്. ഇങ്ങനെ ട്വിസ്റ്റുകളൊക്കെ വരുന്നുണ്ടെങ്കിലും അങ്ങനെ വലിയ മൈൻഡ് ബ്ലോയിങ് സിനിമയാണ്. ഒരു ടോട്ടാലിറ്റിയിൽ ഒരു വലിയ മൈൻഡ് ബ്ലോയിങ് സൃഷ്ടിക്കുന്ന ഒരു സിനിമയാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ നിങ്ങൾക്കൊരു ത്രില്ലർ സിനിമ കാണണം, ക്രൈം ത്രില്ലർ സിനിമ കാണണം, അല്ലെങ്കിൽ ഒരു മിസ്റ്ററി ത്രില്ലർ സിനിമ കാണണം. അപ്പോൾ അതിലും കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഒന്ന് കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു സിനിമയായിട്ട് തന്നെയാണ് എനിക്ക് ഫോളോയിങ്ങിനെ തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു സിനിമ ഞാൻ പറഞ്ഞു തുടക്കം തൊട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ആൻഡ് ടേണുകളൊക്കെ വരുന്നുണ്ടെങ്കിലും ആകെ കൂടി ഒരു അഭിപ്രായം തോന്നിയത് കുറച്ച് ട്വിസ്റ്റുകളെങ്കിലും ക്ലൈമാക്സിന് വേണ്ടി ബാക്കി വെക്കാമായിരുന്നു എന്നുള്ള ഒരു ചെറിയൊരു അഭിപ്രായം എനിക്കുണ്ടായി. കാരണം സിനിമയുടെ അവസാനത്തെ ഒരു 20 മിനിറ്റിന് മുന്നോടിയായിട്ട് സിനിമ അത്യാവശ്യം പ്ലെയിൻ ആകും. അതായത് അത്യാവശ്യം നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. പിന്നീട് അങ്ങോട്ട് ഒരു പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്ലൈമാക്സിലേക്കാണ് സിനിമ പോയത് എന്നുള്ളത് മാത്രമാണ് സിനിമയുടെ ആകെ കൂടി തോന്നിയ ഒരു നെഗറ്റീവ് എന്നുള്ളത്. പക്ഷേ അതൊന്നും തന്നെ ആസ്വാദനത്തിന് വലിയധികം ബാധിച്ചിട്ടൊന്നുമില്ല. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് തന്നെ ഇരുന്ന് കാണാം. അതായത് സംഭാഷണങ്ങളിൽ കുറച്ച് ദ്വയാർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടങ്ങളിലൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്തൊരു സിനിമയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും കാണുക. ത്രില്ലർ ഫാൻസിനെ നിരാശപ്പെടുത്താത്തൊരു സിനിമ തന്നെയായിരിക്കും. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് മാക്സിമം ഒരു 7 ഔട്ട് ഓഫ് 10 ആണ് നൽകുന്നത്, 10-7. അപ്പോൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് കാണാം. ടാറ്റ.